ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആബേലിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷന് പോവുകയാണ് നമ്മളിത്. അതിനാണ് ഇന്നലെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വീട്ടിൽ വന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും ഞങ്ങൾ ട്രെയിൻ യാത്രയിൽ വരുന്നത്. അത് പറഞ്ഞില്ല, സെക്കൻഡ് പാർട്ടിൽ അത് ഇതാണ് നമ്മുടെ ആബേലിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ആബേൽ ആരാന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ്. അപ്പോൾ അവർ കായംകുളത്താണ്. അപ്പം കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ 6 മണിക്കാണ് കേക്ക് കട്ടിങ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഹരിപ്പാട് വന്ന ഹരിപ്പാട് അമ്മയെ പിക്ക് ചെയ്യാണ്. അപ്പോൾ അമ്മയെ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടുണ്ട്, മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണിക്കാമേ. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ബോയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ് ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. കുറച്ച് ലേറ്റായിപ്പോയി നമ്മൾ, കാരണം അറിയാമല്ലോ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ബോയുടെ തീം വരുന്നത് ബോസ് ബേബിയാണ് കേട്ടോ. നമ്മുടെ സെയിം തീമായിരുന്നു, കാരണം ഞങ്ങളുടെ കുഞ്ഞിൻ്റെയും ഫസ്റ്റ് ബർത്ത്ഡേയുടെ തീം തന്നെയായിരുന്നു സെയിം. അത് ഡിസംബറിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ തീം തന്നെയാണ് ഇവിടെയും അവർ ചെയ്തേക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ തന്നെ ലേറ്റായ, ആദ്യം തന്നെ ലേറ്റായതിൻ്റെ കാര്യങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ ഇതാണ് ബർത്ത്ഡേ ബോയുടെ ഫാദർ കേട്ടോ, ഫാദർ പപ്പ. അങ്ങനെ വേണ്ട ഞങ്ങൾ അകത്തോട്ട് കയറുവാണ് കേട്ടോ. അതോട് കയറിയപ്പം അവരുടെ ഫാമിലീസും എല്ലാവരും, നമ്മുടെ ഫാമിലീസ് എല്ലാവരുമായിട്ട് അകത്ത് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പം ഇളയാൾ ഉറങ്ങുകയും ചെയ്ത്. ചെന്നപ്പോൾ തന്നെ ഈശോപ്പൻ അവിടെ കുഞ്ഞിന് കിട്ടിയ ഗിഫ്റ്റ് വേണ്ട ഒരു സൈക്കിളാണോ അത് എന്താണ് എന്തായാലും ആട്ടെ, അതിൽ കയറിയിരുന്ന് കുറച്ച് കളിയായിരുന്നു. അതിനകത്ത് ഇത് മാറ്റാൻ പറ്റിയ പാട് ഒന്നും പറയണ്ട. അതാണ് ബർത്ത്ഡേ ബോയുടെ മമ്മി ജിൻസി എന്ന് വെച്ചാൽ, അതായത് എൻ്റെ സിസ്റ്റർ. അപ്പോൾ ഞാൻ ഇളയാളെ അങ്ങോട്ടൊന്ന് കിടത്താൻ പറഞ്ഞ് അപ്പം തന്നെ അവനെ തെളിഞ്ഞു. അവനങ്ങനെ ആരുടെയും കയ്യിലങ്ങനെ അവന് കൈ മാറുമ്പോൾ അവന് പ്രത്യേകം അറിയാൻ പറ്റും. അങ്ങനെ അവനിട്ട് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. അവനെ ചിരിപ്പിക്കാൻ ഞാൻ കുറേ നോക്കി, പക്ഷെ അവൻ ചിരിച്ചില്ല. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, എന്താ പിണക്കമാണോ, താമസം വന്നതിൻ്റെ പിണക്കമാണോ എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ എൻ്റെ പപ്പ വിളിച്ചിട്ട് പോലും അവൻ ചെന്നില്ല കേട്ടോ. ഞാൻ ചെന്നിട്ടും ഞാൻ കൈ കാണിച്ചിട്ട് അവൻ വരുന്നില്ല. പിന്നെ ഞാൻ എടുത്തപ്പോൾ പപ്പായെ തന്നെ അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ എടുത്ത് ഓരോരുത്തർ പപ്പ കൈ കാണിക്കുമോ പപ്പ എടുത്തോട്ട് ചെല്ലാൻ വേണ്ടി, പക്ഷെ അവനങ്ങോട്ട് ചെല്ലുന്നില്ല. അങ്ങനെ അടുത്തത് മച്ചൻ്റെ കയ്യിലോട്ട് ചെന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയൊക്കെ മച്ചൻ പറയും, അവനെ കളിപ്പിക്കാൻ നോക്കുക കേട്ടോ. പക്ഷെ അവൻ ചെല്ലും കേട്ടോ, എല്ലായിടത്തും ചെല്ലും. പപ്പായെ അറിയാം അവന്, പപ്പായടുത്തും ചെല്ലും. പക്ഷേ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ എല്ലാവരുടെ കണ്ടപ്പോൾ കുഞ്ഞാൾ ആകെ ഒരു വല്ലാതിരിക്കുക. അവൻ എല്ലായിടത്തും ചെല്ലുന്നതാണ്, അവനങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എൻ്റെ ആളും എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചും വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. അതിനിടയ്ക്ക് ഈശോപ്പൻ ആ സൈക്കിളിൽ നിന്ന് മാറാതിരിക്കുവാണ്. ഈശോപ്പനെ ഞാൻ മാറ്റിയ പാടെ എനിക്കറിയാം, കാരണം ഈശോപ്പന് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മാറത്തില്ല. പിന്നെ ഒരുവിധം ഞാൻ മാറ്റി. അപ്പോൾ ഇതാണ് ബർത്ത്ഡേ ബോയുടെ മമ്മി. അവൾക്കാണ് ഭയങ്കര നാണവും കാര്യങ്ങളൊക്കെ ആണ്. അതുകൊണ്ട് എൻ്റെ വ്ളോഗിൽ വരുത്തതേ ഇല്ല. ഒരു വിധമൊക്കെ ഞാൻ എങ്ങനെയൊക്കെ പിടിച്ചെടുത്താണ് വ്ളോഗിൽ. കരഞ്ഞിട്ടൊക്കെ സ്വർണം പറയുന്നുണ്ട് ഗൈസ്. ഈ ടാറ്റ കൊടുക്കാൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ. നിന്നെ കൊണ്ട് ഞാൻ ജയിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവളുമാർ ഓരോന്ന് പറയുന്നത് കണ്ടു. അപ്പോൾ ഞാൻ പറയാം, നിന്നെ കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകത്തുള്ളൂ എന്നൊക്കെ ഞാൻ പറയുവാണ്. അപ്പോൾ അതേ നമ്മുടെ ഫുഡ് ഇതൊക്കെയായിരുന്നു കേട്ടോ. നമുക്ക് ഫുഡ് വരുന്നത് ആദ്യം തന്നെ നമുക്കൊരു ഐസ്ക്രീമും ഫ്രൂട്ട്സും എല്ലാം കൂടി ചേർന്ന ഒരിതുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ഫുഡ് നേരത്തെ എടുത്തവന്മാർക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ കേക്കൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് ഞാൻ ഒരു പീസ് എടുത്തത് പപ്പയ്ക്കൊക്കെ കൊടുക്കുമായിരുന്നു. ഭയങ്കര കളറായിപ്പോയി കേട്ടോ കേക്ക്, പക്ഷേ അടിപൊളിയായിരുന്നു. ബോസ് ബേബിയുടെ തീം തന്നെയായിരുന്നു. പക്ഷേ കേക്കിൻ്റെ ഒന്നും എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല, കാരണം ലേറ്റ് ആയതുകൊണ്ട്. പക്ഷേ കൊള്ളായിരുന്നു കേക്ക്, പക്ഷേ ഭയങ്കര കളറായിപ്പോയി കേട്ടോ. കയ്യിലെല്ലാം കളർ, കുഞ്ഞിന് ദേഹത്ത് വരെ കളറായിരുന്നു. അതേ ഉള്ളായിരുന്നു, കളറിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. വ്യത്യാസം വെച്ചാൽ കളർ ഇത്തിരി കൂടിപ്പോയി, അതേ ഉള്ളൂ. നമ്മൾ അവർ ഫുഡ് കഴിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോരുത്തരോരുത്തർ കഴിക്കുക, എല്ലാവരും കഴിക്കാൻ തന്നെ ഇവന്മാർ സമ്മതിക്കത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞാണ് ഞാൻ കഴിക്കുന്നത്. അപ്പം ആദ്യം അപ്പവും താറാവ് കറിയും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കുക. അങ്ങനെയൊക്കെ നേരത്തെ പറയുന്നുണ്ട്. നമ്മുടെ ബർത്ത്ഡേ ബോയ് മമ്മി വരൂ, എറണാകുളത്ത് വരുമോ? എറണാകുളത്ത് വരുമോ പപ്പ പോകുന്നതിന് മുന്നേ?
ഓ ഇയാള് കളിയുടെ ശ്രദ്ധയിരിക്കുക. മമ്മി ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. അങ്ങനെ ഞങ്ങളപ്പോൾ ഇറങ്ങാൻ പോവുമായിരുന്നു. അപ്പോൾ അതിനുള്ള എല്ലാവരോടും യാത്ര പറയുകയാണ്. അപ്പോൾ ഞാൻ ആബേലിനോട് പറയുമായിരുന്നു എറണാകുളത്ത് വരുമോ, അവരുടെ പപ്പ പോകുന്നതിന് മുന്നേ. അവരുടെ പപ്പ പുറത്താണ്. അപ്പം ബർത്ത്ഡേക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ ലീവ്. അപ്പോൾ അതിന് മുന്നേ എറണാകുളത്തോട് വരുമോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു ആബേലിൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാനുള്ള പ്ലാനാണ്. കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇത് അവരുടെ പപ്പയുടെ അനിയനാണ്. അവരെ രണ്ടുപേരുടെയും വെച്ച് ഫോട്ടോ എടുപ്പിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വേണ്ട ആബേലുമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുവാണ്. കാരണം ഞങ്ങൾ ഫോട്ടോ എടുത്തില്ലല്ലോ, ലേറ്റ് ആയല്ലോ അപ്പം വന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവരെയും വിളിച്ചു. ആബേലിൻ്റെ പപ്പയും മമ്മയും എല്ലാവരും കൂടി. ഞങ്ങൾ കുറച്ച് നാൾക്ക് ശേഷം അങ്ങനെ ഒരു ഫ്രെയിമിൽ വരുന്നത്. അങ്ങനെ വേണ്ട വീണ്ടും ആബേൽ പപ്പയെ കണ്ടപ്പോൾ വേണ്ട കയ്യിലോട്ട് ചാടി. അങ്ങനെയൊക്കെ എന്തൊക്കെയോ തഗ്ഗുകൾ അടിക്കുകയാണ് അവളുമാർ അവിടെ നിന്ന്. കണ്ടോ, ഞങ്ങൾ പതിയെ ഇറങ്ങാനുള്ളൊരു പ്ലാനിൽ നിൽക്കുവാണ്. എൻ്റെ കെട്ടിയവൻ അത് കേട്ട് തിരിച്ച് തగ్గടിക്കാൻ നിൽക്കുന്നു. പപ്പയുടെ ചെന്ന് കഴിഞ്ഞാൽ ആബേൽ പിന്നെ തിരിച്ച് പോകത്തില്ല. വീട്ടിൽ വന്നാലും ഇത് തന്നെയാണ്. ആ പപ്പയടുത്തേ പോകത്തുള്ളൂ കൂടുതലും. അമ്മയെക്കാട്ടി കൂടുതലും പപ്പയടുത്താണ് പോകുന്നത്. അങ്ങനെ വേണ്ട ഞങ്ങൾ പോവാന്നുള്ള പറയാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുവാണ്. എല്ലാവരോടും പറഞ്ഞിറങ്ങാൻ നിൽക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അവർ സംസാരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നു പോകുന്നതിന് മുന്നേ വീട്ടിലോട്ട് എറണാകുളത്തോട്ട് വരാൻ വേണ്ടി ഞങ്ങൾ പറയുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ട്രിപ്പ് പോകാനൊരു പ്ലാനുണ്ട്, പക്ഷെ നടക്കില്ലെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞു ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്